സെമി കൊച്ചിക്കോയ പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീരിട്ടോ. എനിക്ക് അതിൻ്റെ ഒരു പുളി ഇഷ്ടമുണ്ട്, ഞാൻ ഫുൾ തന്നെ ഒഴിച്ചു. പിന്നെ ഇതാ ഒരു ഗ്ലാസ് പാല്, തേങ്ങാപ്പാലും വേണം. ഇപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കാത്തത് കൊണ്ടും തേങ്ങ ഇല്ലാത്തത് കൊണ്ടും ഒരു ഗ്ലാസ് പശുവിൻ പാലിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഇഞ്ചി നീര് കുറച്ച് വേണം, അതിനൊന്നും ടൈമില്ല, അതുകൊണ്ട് അതും കൂടെ സ്കിപ്പ് ചെയ്ത്. ഇഞ്ചി നീര് ഉണ്ടെങ്കിലേ കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. പക്ഷെ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് നമ്മളിങ്ങനെ ആക്കിയില്ലേ ഇതുവാ അല്ലേ? എന്താ ഉണ്ടാക്കണേ? ആ പ്ലേറ്റിലേക്ക് ഇട്ടാലും മതി, പാത്രത്തിലേക്ക് ഇട്ട് ഇളക്കിയാലും മതി. ഞാൻ തൽക്കാലം പാത്രത്തിലേക്ക് ഇട്ട് ഇളക്കുകയാണ്. അപ്പോൾ ഇതാ റെഡിയായിട്ട് ഇനി ഈ പാത്രം പിടിച്ച് തിന്നാൻ പോവാണ്. ഇതെന്താണ്? അവിലൈ പയു അല്ല, കൊച്ചിക്കോയ. ഇത് കോയ ആയിട്ടേ ഉള്ളൂ, കൊച്ചി ആയില്ല. കാരണം തേങ്ങാപ്പാലിട്ടില്ല, ഇഞ്ചി ഇട്ടില്ല. അതെന്താ നമ്മള് തേങ്ങാപ്പാൽ ഇടാഞ്ഞത്? തേങ്ങാപ്പാലല്ല നമ്മൾ ഒഴിച്ചത്, പാലാണ് ഒഴിച്ചത്. തേങ്ങാപ്പാൽ എന്താ ഒഴിക്കാഞ്ഞത്? തേങ്ങ ഇല്ലാത്തത് കൊണ്ട്. തേങ്ങാപ്പാല് അവിലും ഉള്ളി, ചെറിയുള്ളി ഇട്ട്. ഇഞ്ചി ഇട്ടില്ല. എന്താ ഇഞ്ചി ഇടാഞ്ഞ്? വിശന്നിട്ട് ഇഞ്ചി ഒന്നും എടുക്കാനുള്ള താമസമല്ല ഇല്ലല്ലോ. ഇഞ്ചി ഒന്നും എടുക്കാനാവില്ലല്ലോ നമുക്ക്. പണിയെടുത്ത് കൊയങ്ങിയല്ലേ? എന്ത് പണിയാ അതോ മോള് വീട്ടിലെടുത്തത് ഇന്ന്? എന്തോ പണിയായിട്ടില്ല. ഞാൻ കണ്ണടയും ഉള്ളിയും ഫോട്ടോ എടുത്തിട്ട് അമ്മച്ചിക്ക് തന്നു. ഈ അവിലും പഴയും എങ്ങനെയുണ്ട്? സൂപ്പറാ. ഇതിന്റെ പേരാണ് കൊച്ചിക്കോയ. എന്താണ്? തിന്നിട്ട് പറയും. എന്താ പേര്? കൊക്കിച്ചോയ അല്ല, കൊച്ചിക്കോയ. കൊക്കിച്ചോയ അല്ല, കൊച്ചിക്കോയ. കൊച്ചി കഴിയില്ല തൊള്ളേത്ത്. കോയ, കൊച്ചിക്കോയ. ഇതെന്താ തിന്നണത്? കൊക്കിച്ചോയ എന്നുള്ള റെഡി ആയില്ലേ? പഠിച്ചില്ലേ?